ജിന്നുകൾ പല കോലത്തിലും വരും. ഈ ജിന്നുകളുടെ ഈ കോലം കെട്ടിയ പല പരിപാടിയും കണ്ടിട്ടാണ് പല വ്യാജ തരീഖത്തിന്റെയും ആളുകളെ ശൈഖാണ് എന്ന് അവരെ കൂടെ നടക്കുന്നവർ തെറ്റിദ്ധരിച്ചു പോകുന്നത്. ഈ ജിന്നുകൾ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അതൊക്കെ ആലിമീങ്ങൾക്ക് മാത്രമേ അതിന്റെ നെല്ലും പതിലും മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കണം. തങ്ങൾക്ക് മുഹീദ്ദീൻ എന്ന പേര് കിട്ടി. എന്തുകൊണ്ടാണ് കിട്ടിയത്? അവിടുത്തെ കാലഘട്ടത്തിൽ കുറെ പുത്തൻവാദികൾ ഉണ്ടായിരുന്നു. ഇന്നുള്ള പുത്തൻവാദികളെ പല വാദങ്ങളും മുമ്പ് പലരും വാദിച്ചതാണ്. ആ വാദിച്ച മുഅ്തസിലത്ത്, റാഫിളത്ത്, ഖദരിയ്യത്ത്, മുർജിയത്ത്, ശിഅത്ത് ഇങ്ങനെ തുടങ്ങി ഒരുപാട് പുത്തൻവാദികൾ പണ്ടേ ഉണ്ടായിരുന്നു. ആ പുത്തൻവാദികളെ മുഴുവനും ശക്തിയുക്തം തെളിവുകൾ വെച്ച്, ഖുർആനും ഹദീസും വെച്ച്, ഇമാമിങ്ങളുടെ ഉദ്ധരണികൾ വെച്ച്, സഹാബത്തിന്റെ പ്രവർത്തനം വെച്ച് മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കൃത്യമായി നേരിട്ടു. അങ്ങനെ നേരിട്ടപ്പോൾ അബ്ദുൽ ഖാദിർ എന്ന പേരുള്ള മഹാനെ മുഹീദ്ദീൻ, ദീനിനെ ജീവിപ്പിക്കുന്ന ആള് എന്ന പേര് ലഭിച്ചു. അങ്ങനെയാണ് മുഹീദ്ദീൻ എന്ന പേര് തന്നെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിട്ടുള്ളത്. ആ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉറച്ച തീരുമാനമാണ്, അല്ലാഹു തീരുമാനിച്ചതല്ലാതെ നടക്കൂല എന്ന ഉറച്ച തീരുമാനം. അതുകൊണ്ട് തന്നെ ഒരു മോനെയും പേടിക്കൂല, ഒരാളെയും പേടിക്കൂല, അല്ലാഹുവിനെ ഭയപ്പെടും. അതല്ലേ അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം, അല്ലാഹുവിന്റെ ഇഷ്ടജനങ്ങളായ ഔലിയാ ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു പേടിയുമില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു ടെൻഷനുമില്ല. അവർ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, അല്ലാഹുവിൽ ലയിച്ചിരിക്കുന്നു, അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്നു, അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കുന്നു. അവിടെ ഒരാളെയും അവര് ഭയപ്പെടൂല. അതല്ലേ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നിങ്ങൾ കണ്ടില്ലേ? പാമ്പിന്റെ കോലത്തിൽ ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവർ. എന്താണ് പറഞ്ഞത്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. ആ ക്ലാസ്സിൽ പറയുന്നത് എന്താണ്? ഖദർ ഖദാഇനെ പറ്റിയാണ്. അല്ലാഹുവിന്റെ തീരുമാനം അവൻ നടപ്പാക്കും. ആ ഖദർ ഖദായിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. എന്ത് വന്നാലും അല്ലാഹുവിന്റെ തീരുമാനത്തിൽ സംതൃപ്തി പ്രകടിപ്പിക്കണം. അതിങ്ങനെ ക്ലാസ് എടുക്കുകയാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു സ്ഥാപനത്തിൽ വെച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഇത് സഖതത് അലൈഹി ഹയ്യത്തുൻ മിന സഖഫ്, മേലെ ടെറസിന്റെ മുകളിൽ ഒരു വലിയ പാമ്പ് ഇങ്ങോട്ട് വീണു. പാമ്പ് വീണപ്പോൾ ഫഫറ മിൻഹാ കുല്ലു മൻ കാന ഹാദിറൻ ഇൻദഹു, എല്ലാവരും ഓടി. ഇപ്പൊ ഇവിടെ ഒരു പാമ്പ് വീണാൽ എങ്ങനെ ഉണ്ടാവും? എല്ലാവരും ഓടും. അങ്ങനെ എല്ലാവരും ഓടി. അങ്ങനെ ഓടിയപ്പോൾ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വലം യബ്ഖ ഇല്ലാ ഹുവ, മഹാനവറുകൾ ക്ലാസ് എടുക്കുകയാണ്. ഓരൊറ്റ ഓട്ടമില്ല, ഓരോ അന്ന നൃത്തത്തിൽ ക്ലാസ് എടുക്കുകയാണ്. വലം യബ്ഖ ഇല്ലാ ഹു. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് നാദാപുരത്തുകാരൻ ഒരു പരിപാടി ഓർമ്മയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ നാദാപുരത്തുകാരൻ ഒരു പരിപാടി ഇങ്ങനെ ഓർമ്മയാണ്. പലരും ഓടി. ഞാൻ സ്റ്റേജിൽ വന്ന് പ്രസംഗം തന്നെ തുടർന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു തന്ന തൗഫീഖാണ്. അങ്ങനെ വലം യബ്ഖ ഇല്ലാ ഹു. അന്നായിരുന്നു പ്രസംഗത്തിൽ എന്റെ സ്റ്റേജ് വലിച്ചിടാൻ വന്നായിരുന്നു ഒരു കൂട്ടര്. അപ്പൊ ഞാൻ പറഞ്ഞു, ആരും ഒന്നും ചെയ്യണ്ട, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ ടി ടി പോക്കർ പൈസ ഉണ്ടായിരുന്നു അന്ന്. പ്രസംഗം കഴിഞ്ഞ് ഒരു ജീപ്പ് കയറി തിരിച്ചു വരുമ്പോൾ ടി ടി എന്നോട് ചോദിച്ചു, പുറത്തു കൊടുക്കട്ടെ എന്നോ നിങ്ങൾ ദ്വാരുന്നത്? പുറത്തു കൊടുക്കട്ടെ എന്നോ ദ്വാരുന്നത്? പോലീസുകാർ പുറത്താ കൊടുത്തതെന്നാണ് സംഭവം. ഞാൻ ദ്വാരുന്നത് പുറത്തു കൊടുക്കട്ടെ എന്ന് തന്നെയാണ്. കാരണം അറിവില്ലാത്തത് കൊണ്ടാണല്ലോ അത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ. ഫലം യബ്ഖ ഇല്ലാ ഹു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അല്ലാത്ത ഒരാളുമില്ല. എല്ലാവരും ഓടിക്കളഞ്ഞു പാമ്പ് വീണപ്പോൾ. മഹാനവറുകൾ എന്ത് ചെയ്തു? ഇമാം ശഅറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഫദഖലത്തിൽ ഹയ്യത്തു തഹ്ത ദിയാബിഹി. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വസ്ത്രത്തിന്റെ ഉള്ളിലൂടെ പാമ്പിങ് കയറി. വമറത്ത് അലാ ജസദിഹി, ശരീരത്തിലൂടെ പാമ്പിങ്ങനെ നടന്നു. വഖറജത് മിൻ തൗഖിഹി, അങ്ങനെ വന്നിട്ട് അതാ കോളറയുടെ ഉള്ളിലൂടെ അതിങ്ങോട്ട് പുറത്തേക്ക് തലയിട്ടു. വൽതവത അലാ ഉനുഖിഹി, കഴുത്തിൽ ചുറ്റി അവിടെ നിന്നു. വഹുവ മഅ ദാലിക ലാ യഖ്തഉ കലാമഹു. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തിന് ഒരു ഭംഗവുമില്ല, സംസാരം നിർത്തുന്നില്ല. വലാ
വലാ ഗയ്യറ ജൽസതഹു, ഇരുന്ന ഇരുത്തത്തിന് പോലും ഒരു ചെറിയ മാറ്റം വരുത്തുന്നില്ല. പിന്നെ ആ പാമ്പ് അങ്ങോട്ട് ഇറങ്ങിയാൽ ഭൂമിയുടെ മേലെ ഇറങ്ങി, വാലിന്റെ മേൽ കുത്തിയിട്ട് പടമെടുത്ത് അവിടെ നിന്നു. അതിങ്ങനെ ശബ്ദിച്ചു. പിന്നെ ആർക്കും മനസ്സിലാകാത്ത എന്തോ ഈ പാമ്പ് സംസാരിച്ചു. പിന്നെ പിന്നെ പാമ്പ് പോയി. ആളെല്ലാം മടങ്ങി വന്നു. പാമ്പ് പോയില്ലേ, എല്ലാവരും മടങ്ങി വന്ന് എന്താണ് ആ പാമ്പ് സംസാരിച്ചത് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, എന്നോടത് പറഞ്ഞത്, ഒരുപാട് ഔലിയാക്കളെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. നിങ്ങളെ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അതിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ചലിക്കുന്ന വെറും ഒരു ജീവിയല്ലേ നീ, നിന്നെ ഞാനെന്ത് പേടിക്കാനാണ്, ഞാനെന്ത് ഭയപ്പെടാനാണ്, അള്ളാഹ് ഖദറാക്കിയതല്ലേ വരുള്ളൂ. അതെ, ഞാൻ സംബന്ധിച്ചല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറയാണ്, പിന്നെ ശേഷം ഒരു ദിവസം ആ പാമ്പ് വന്നു. ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നത്. അതിന്റെ വായ തുറന്ന് മൗദിയ സുജൂദി, ഞാൻ സുജൂദി ചെയ്യുന്ന സ്ഥലത്ത് വായും തുറന്നിങ്ങനെ, ഞാൻ സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ സുജൂദ് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോ എന്റെ കൈ കൊണ്ട് ഒരൊറ്റ തട്ട് കൊടുത്തു. എന്റെ കൈ കൊണ്ട് ഞാൻ ഒരൊറ്റ തട്ട് കൊടുത്തു. അതാണ് പാമ്പിന്റെ കോലത്തില് ജിന്നുകൾ ചെന്നാരെ ഭയമേതും കൂടാതെ പറിച്ചെറിഞ്ഞിട്ടോവർ. ഞാൻ ഒരൊറ്റ തട്ട് കൊടുത്തു. അങ്ങനെ തട്ടിയപ്പോൾ അത് പോയില്ല. പിന്നെന്ത് ചെയ്തു? ഞാൻ സുജൂദ് ചെയ്തു. അതെന്റെ കഴുത്തിൽ വന്നു ചുറ്റി. പിന്നെ എന്റെ കുപ്പായ കൈയിലൂടെ കടന്നു. മറ്റേ കുപ്പായ കൈയിലൂടെ അങ്ങോട്ട് പുറത്തുപോയി. പിന്നെയും എന്റെ ചവിണിയിലേക്ക്, എന്റെ കഴുത്തിലേക്ക് അത് വന്നു. പിന്നെ ഇറങ്ങി. പിന്നെ പിറ്റേന്നായപ്പോ ഞാനൊരു ബിൽഡിംഗും ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോ ഞാൻ ഒരാളെ കണ്ടു. അയാളെ കണ്ണെന്നെ തുറച്ചിട്ട് കണ്ണിങ്ങനെ കീറിയിട്ട് വല്ലാത്ത നീളത്തിലാണ്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു അതൊരു ജിന്നാണ് എന്ന് ബോധ്യപ്പെട്ടു. അത് ഒരു മനുഷ്യനല്ല, ജിന്നാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ ജിന്നോട് പറഞ്ഞു, അനൽ ഹയ്യത്തുല്ലതി ഇന്നലെ നിങ്ങൾ കണ്ട പാമ്പില്ലേ, അത് ഞാനായിരുന്നു. ജിന്ന് പല കോലത്തിലും, അത് പല മട്ടത്തിലും, പ്രത്യേകിച്ച് ജിന്നുകള് സ്വപ്നത്തിൽ വരും. ആ സ്വപ്നത്തിൽ വന്നിട്ട് പലരുടെ ഈ കോലത്തിലൊക്കെ വരും. മനുഷ്യന്റെ കോലത്തിൽ വരും, ജിന്ന് മനുഷ്യന്റെ കോലത്തിൽ വരും, പക്ഷിന്റെ കോലത്തിൽ വരും, സുബ്ഹാനല്ലാഹ്, മൃഗങ്ങളെ കോലത്തിൽ വരും, പാമ്പിന്റെ കോലത്തിൽ, പല കോലത്തിലും ജിന്നുകൾ വരും. നമ്മളിവിടെ ഈ പള്ളി നിർമ്മിച്ച ഉടനെ അന്ന് നമ്മൾ സിദ്ധന്മാരും ജിന്നുകളും ഇവിടെ ഒരു പരിപാടി 4 മണിക്കൂറോളം അന്ന് ഞാൻ പ്രസംഗിച്ച കേസറ്റ് ഇപ്പോഴും ഉണ്ടാവും. അന്ന് ഞാനത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജിന്നുകൾ പല കോലത്തിലും വരും. ഈ ജിന്നുകളുടെ ഈ കോലം കെട്ടിയ പല പരിപാടിയും കണ്ടിട്ടാണ് പല വ്യാജത്തരീക്കത്തിന്റെയും ആളുകളെ ശൈഖാണ് എന്ന് അവരെ കൂടെ നടക്കുന്നവർ തെറ്റിദ്ധരിച്ചു പോകുന്നത് ഈ ജിന്നുകൾ കാണിക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ടാണ്. അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്. അതൊക്കെ ആലിമീങ്ങൾക്ക് മാത്രമേ അതിന്റെ നെല്ലും പതിരും മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് എല്ലാ സാധാരണക്കാരും മനസ്സിലാക്കണം. ഇരിക്കട്ടെ, ഞാൻ ഇന്നലെ നിങ്ങൾ കണ്ട ആ പാമ്പ് ഞാനാണ് എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ഔലിയാക്കളെ പരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങളെ പരീക്ഷിച്ച അതേ പരീക്ഷണത്തിൽ പലരും നിങ്ങൾ ഉറച്ച പോലെ ഉറച്ചു നിന്നിട്ടില്ല. അതിൽ ചിലര് ഉള്ളും ബാത്തിനും ലാഹിറും പഠിച്ചു പോയവരുണ്ട്. അതായത് മനസ്സിന്റെ ഉള്ളിലും പേടേണ്ട ബേജാറുണ്ട്, പുറത്തുവിട്ട് അങ്ങനെ ഇറങ്ങി ഓടിയവർ പലരും ഉണ്ട്. വേറെ ചിലര് ലാഹിറിൽ പേഴ്ക്കാതെ നിന്ന് ഉള്ളിൽ പേടിച്ച് ഇങ്ങനെ പറക്കുന്നുണ്ട്. അങ്ങനത്തെ ചിലരുണ്ട്. വേറെ ചിലര് ലാഹിറിലും ബാത്തിലും ഒന്നും കിട്ടാത്തവരുണ്ട്. അവസാനം ഈ ജിന്നോട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ മുമ്പിൽ വെച്ചൊന്ന് തൗബ ചെയ്ത് നന്നാകണം, എനിക്കൊന്ന് റെഡിയാകണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ തൗബയിലേക്ക് കൊണ്ടുവന്നു. എത്ര ജിന്നുകളെയാണ്
എത്ര മനുഷ്യരെയാണ് സുബ്ഹാനല്ലാഹ് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം പഠിപ്പിച്ചു കൊടുത്തത്. എത്ര ആളുകളെയാണ് പിഴച്ചുപോയ ബിദ്അത്തുകാരുടെ ആശയത്തിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിലേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് മുഹീദ്ദീൻ എന്ന പേര് ലഭിച്ചിട്ടുള്ളത്.